Thanks uterine cervix. നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. Everything points out but finally to a papillomavirus. That means you have poor sexual hygiene, early childbirth, smoking, everything. Finally, the causative factor becomes human papillomavirus. This is very important again because നമുക്കൊരു വാക്സിൻ ഉണ്ട്, HPV വാക്സിനേഷൻ. ഇത് എടുക്കേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വയസ്സിനും 26 വയസ്സിനും കുട്ടികൾ വേണ്ടി പ്രിഫർ HPV വാക്സിനേഷൻ. 40 വയസ്സിന് ഉപയോഗിക്കാം. ബട്ട് ദി ഐഡിയൽ ഏജ് ഗ്രൂപ്പ് ഈസ് 9 to 26 ഇയേഴ്സ്. നമ്മുടെ പ്ലാൻ ഇതാണ്. വി ഹാഡ് ഓൺലി ദി ക്വാഡ്രിവാലന്റ് വാക്സിൻ. പുറത്തെ വാക്സിൻ ഉണ്ടാകുന്നുള്ളൂ. നമുക്കിപ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെ കമ്മിങ് ഔട്ട് ഹാസ് കം ഔട്ട് വിത്ത് എ ബൈവാലന്റ് വാക്സിൻ. ഓക്കെ, അതിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണ്. 9 to 14 ഇയേഴ്സ് 2 doses നൽകാൻ കാരണം there's a new WHO recommendation where they say that if it is 9 to 14 years, single dose is needed. പക്ഷെ നമ്മൾ യൂണിഫോമിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് 2 vaccines. So the vaccine is 0 and 6 to 12 months, second vaccine. നമ്മൾ ചെയ്യുന്നത് ഈ കുത്തിവയ്പ്പ് വഴി HPV ഇൻഫെക്ഷൻ തടയുകയും അങ്ങനെ ക്യാൻസർ വരാൻ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. Usual symptom is a bleeding or discharge. Back in there are all symptoms. Again, a screenable cancer. Done once in 3 years because sexually active period. പ്രാർത്ഥന മെച്ചെന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ ഉള്ള വ്യക്തി മാത്രമല്ല, ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരാളെ പരിഗണിക്കേണ്ട 95 years ആണ്. താഴെ കാണുന്നത് അബ്ഡോമിനൽ ക്യാൻസർ, അതല്ല ആ രോഗിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പറയും. You got one more plan. It is pap smear plus HPV DNA testing. ചെയ്യുകയാണെങ്കിൽ to be done once in 5 years. So pap smear മാത്രമാണെങ്കിൽ once in 3 years. DNA testing ആണെങ്കിൽ once in 5 years. Now you have to again go back. സ്ത്രീകളിൽ വരുന്ന ക്യാൻസറുകളിൽ 30% are preventable, 30% are screenable. To put together 50% are either screenable or preventable. ആരും ചെയ്യാൻ പോകില്ല. ഷുഗർ ചെയ്യും, കൊളസ്ട്രോൾ ചെയ്യും, ECG എടുക്കും, ലിപിഡ് പ്രൊഫൈൽ നോക്കും. ബട്ട് നോ ബഡി ഗോസ് ഫോർ എ പ്ലാൻ സ്ക്രീനിങ് പ്രോഗ്രാം. ഇത് പ്രോബ്ലം. ഓൾ ക്യാൻസേഴ്സ് ഇസ് എഗെയിൻ രക്തത്തിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിബയോട്ടിക് കൂടുതൽ നോക്കാൻ ഒരു ഡോക്ടറെ കൊണ്ട് പ്രക്ഷേപിക്കുന്നുണ്ട്. PSA സ്വല്പം കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ വിചാരിക്കരുത്. യു ഹാവ് ടു ഗോ ഫോർ എ മോണിറ്ററിംഗ്. ഇഫ് ഇറ്റ് സീരിയലി ഇൻക്രീസിങ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ടു പ്രോസ്റ്റേറ്റ്. കൊളറക്ടൽ ക്യാൻസർ ജോലിയാണ്. അത് മലബന്ധമായിട്ട് വരാം, ലൂസ് മോഷനായിട്ട് വരാം, മാറി മാറി വരാം, രക്തസ്രാവമായിട്ട് വരാം. ഞങ്ങൾ പറയും മലയാളിയുടെ എപ്പോഴും അറിയാം, മലയാളിക്ക് മനസ്സിലൂടെ രക്തം പോയാൽ ഒറ്റ ഡയഗ്നോസിസേ ഉള്ളൂ, സ്വയം തീരുമാനമെടുത്ത് വലിയ പൈസ ആണ്. അതിൻ്റെ ചികിത്സയുമായിട്ട് 2 വർഷം നടക്കും. പലപ്പോഴും പൈസ പുറത്ത് കാണുന്ന സമയത്ത് പോകണം. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് യൂഷ്വലി എനിക്ക് കോണ്ടക്ട്ലി സൈറ്റോളജി is on the increase. It's on the increase. Lot of newer plans are coming up. Almost 47% are preventable. Very easy. Your dietary habit change. Don't drink alcohol. Because you reduce the weight. Almost close to 50% are preventable. And your test is fecal alcohol. അറിഞ്ഞു അറിയാതെ മനസ്സിലൂടെ രക്തം പരിശോധിക്കാൻ പറയാം. And go for a colposcopy. And colposcopy is usually done once in 5 years. Somebody is 50 yeyears. Unless there is no risk factor. So this is the message. അപ്പോൾ നമുക്ക് ഇവിടെ അറിയിക്കണം. Breast cancer, screenable. Cervical cancer, screenable. Head and neck cancer, screenable. Colorectal cancer, screenable. Prostate cancer, yes. So the link comes like this. നമുക്ക് ഇത്രയൊക്കെ അറിയാനുണ്ടെങ്കിൽ I think almost 50% of your problems you are tackling. ബാക്കി 50% ഉള്ള നമുക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയേണ്ടതായിരുന്നു. Lot of things has happened in the field of treatment. They are all part of your treatment. നമുക്ക് ഏത് ക്യാൻസർ ആണെന്നും ഏത് സ്റ്റേജും 1, 2, 3, 4 ആർച്ച് പറ്റും. And the priority also changes.
ക്യാൻസർ സർജറിക്കാത്ത ഒരു കീമോതെറാപ്പി ധാരാളം പുതിയ പുതിയ മരുന്നുകളുണ്ട്. The maximum changes has happened in the field of medical oncology. Lot of new drugs, less side effects, and so everything is happening there. Okay, the basic concept is if you get targets and kill the cancer cell alone, that should be your plan of action. So you have got targeted drugs available now, and then you come to the gene sequencing. നമുക്ക് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു ക്യാൻസർ ഈസ് എ പ്ലേ ഓഫ് ജീൻസ്. ഇപ്പോൾ ഓരോ ക്യാൻസറിലും ദർസ് എ ഡ്രൈവർ, ഒരു ഡ്രൈവർ മ്യൂട്ടേഷൻ നമുക്ക് ആ ഡ്രൈവർ മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ യു ക്യാൻ ട്രാക്ക് ഹിം. ദാറ്റ്സ് ഇനഫ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദാറ്റ് ഈസ് ഡൺ ബൈ എ ജീൻ സീക്വൻസിംഗ് called NGS. Many of the cancers can be identified with a tumor marker and a driver mutation in them before. അതോടുകൂടി നമ്മുടെ കൺസെപ്റ്റ് എല്ലാം മാറി. പണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് ഇതാണ് കീമോതെറാപ്പി പ്രോട്ടോക്കോൾ, ലങ് ക്യാൻസർ ഇതാണ് കീമോതെറാപ്പി പ്രോട്ടോക്കോൾ, കോളറക്ടൽ ക്യാൻസേഴ്സിന്റെ പ്രോട്ടോക്കോൾ ഇതാണ്. സോ വെൻ യു ഗോ ഫോർ എക്സാം ബ്രസ്റ്റ് ക്യാൻസർ ഉപയോഗിക്കുന്ന മരുന്നുകൾ വായിക്കാൻ വേണ്ടി പ്രോട്ടോക്കോൾ യു ക്യാൻ പാസ്. ഇന്ന് പാസ്സാവില്ല. കാരണം now we have started identifying that the whole thing is based on gene mutations. And so what happens is നമ്മുടെ organ of origin basis അല്ല വീട്ടിട്ട് പോകുന്നത്, but is based on your mutation. That means every cancer is unique. നിങ്ങൾക്ക് ഇവിടെ കാണാം both of them are breast cancers, but the mutation pattern is different. Whereas this breast cancer patient and lung cancer patient has the same mutation. So your treatment depends on the mutation. That means I will treat the breast cancer and lung cancer patient with the same drug because that's my mutation. So നമ്മുടെ ഓർഗനിൽ മാറി we are trying to identify the drivers and then trying to. There's a change. That means we have become more of personalized cancer treatment than a broad base. ഇതാണ് നമ്മൾ വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. സോ യു ഹാവ് ലോട്ട് ഓഫ് ഡ്രഗ്സ് ലൈക്ക് lung cancer, you have a lot of private mutation you can identify with and you can treat them. Advantage is most of them are tablets. ഗുളികയാണ്. പക്ഷേ disadvantage is if you miss your target കഴിഞ്ഞു, then you are not able to come out of it. That's the problem. Last but not the least is a immunotherapy. നമ്മുടെ ശരീരത്തിൽ പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ ഉടഞ്ഞിരിക്കുകയാണെങ്കിൽ he will not allow any cancer to grow. And the cell is cytotoxic T lymphocytes. അദ്ദേഹം ഉടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ he will not allow. So what happens is നമ്മൾ ഉപയോഗിക്കുന്ന പല പുതിയ മരുന്നുകളും immunotherapy drugs ഈ സംഭവിക്കില്ല. അത് ക്യാൻസർ കോശത്തിന് T lymphocytes ഉറക്കിക്കിടക്കാൻ സമ്മതിക്കില്ല. വിൽ കീപ് ദ T lymphocyte awake by blocking this phenomenon by use of immunotherapy. പക്ഷേ മറുവശത്ത് സംഭവിക്കുന്നത് വെച്ചാൽ those T cells they fail to identify their own cells, body cells as matter. So in effect നമുക്ക് വേറെ ഡിസീസ് വരും, autoimmune disorders. So this is the problem. പക്ഷേ still lot of drugs are in the list. ഇതിൻ്റെ അത് അതുകൊണ്ട് തന്നെ not darkness, pure brightness to ensure the last 70 years we have witnessed that, and I'm lucky that I could be part of the whole stream. പക്ഷേ ആ സ്ട്രീമിന് മറ്റേ ഫസ്റ്റ് എന്താ പണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് കണ്ടെത്തരാന്നറിയാം. We know that we did wrong. അപ്പോൾ ഇന്നത്തെ പലരും 10 വർഷങ്ങൾക്ക് they always feel that what they were doing is not right. That's the beauty of science. That's the beauty of medicine also. കുറച്ചുകൂടി ഞാൻ പോകുന്നുണ്ട് to say that yes, it's an emphasized yes, not emphasis, but depends on the stage and to the external type of. അതായത് മുദ്രാവാക്യമാണ് പ്രാരംഭശം കണ്ടുപിടിച്ച് വേണ്ടത് ചികിത്സയാണെങ്കിൽ ക്യാൻസർ ക്യൂർ. Equally important is follow. എല്ലാ ക്യാൻസറുകളിലും ഫസ്റ്റ് 5 years ക്യാൻസർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഈവൻ 10 years. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഗോ ഫോർ എ റെഗുലർ ചെക്കപ്പ്.
സാധാരണ 5 years കഴിഞ്ഞാൽ മിക്കവാറും ക്യാൻസർക്ക് തിരികെ വരാറില്ല. അങ്ങനെ നമുക്ക് ലിസ്റ്റ് ഓഫ് ക്യൂറബിൾ ക്യാൻസേഴ്സ് ആർ ഓൺ ദി ഇൻക്രീസ്. ഓൾമോസ്റ്റ് 70 to 80% പീഡിയാട്രിക് ക്യാൻസേഴ്സ് കുട്ടികളിൽ വരുന്ന ക്യാൻസർ ഇസ് ക്യൂറബിൾ. ലുക്കീമിയാസ്, ലിംഫോമാസ്, germ cell tumors, gestational plastic disease, head and neck, cervix, ഇങ്ങനെ ലിസ്റ്റ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. To say that more and more number of diseases are coming in the purview of a curable cancer. This is where the sign of light now. ഞങ്ങൾക്ക് പാട്ട് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാറുണ്ട്, സാഹിത്യ ചെയ്യാറുണ്ട്, ആൻഡ് വി ഓൾ മിക്കണം എത്രമാത്രം ആൾക്കാരും അവരുടെ മാതാപിതാക്കൾ ബാക്ക് ടു നോർമൽ ലൈഫ്, ആൻഡ് ദാറ്റ് ഈസ് ദി പ്രസന്റ് സിനറി ഓഫ് എ ക്യാൻസർ ട്രീറ്റ്മെന്റ്. അഞ്ച് മിനിറ്റ് കൂടെ എനിക്ക് വേണം. എനിക്ക് ഞാൻ രണ്ടും കൂടെ ഒന്നാക്കി. We have started a sound from the last year. Dance ചെയ്തതും ഒരാള്, കാണികളും പേഷ്യൻസും. This is the, not patient, winners ആണ്. This is the last year. ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലത്തെ ആണ്. And so next question comes. Why did you choose this? And if somebody is there who is willing to work, and class at the bouncy class of ഞാൻ പറഞ്ഞു, വികാരത്തെ ഡോക്ടറാണെന്ന് ഞാൻ ദിവസത്തിന് പോലും കണ്ടിട്ടില്ല. അബദ്ധം തെറ്റുകയാണ് അന്ന്. പക്ഷെ ഇന്ന് somebody asked me back, what do you want to become in your life if you got a second life? ഒരു സംശയമില്ല, ഡോക്ടറാണ്, മെഡിക്കൽ ഓഫീസറാണ്. All of you can be part of a cancer treatment team. ഡോക്ടറാണെന്നൊന്നുമില്ല. ഞാൻ പയ്യന്നൂർ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ഒരു LKG കുട്ടിയാണ് ഇവിടെ ഡൊണേറ്റ് ചെയ്തത്. Not that she donated the hair, but the mentality of it. There is something is great at that age. കഴിഞ്ഞ ക്രിസ്മസിന് ടോക്കറ്റ് സ്കൂളിലെ കുട്ടികളെ ബേക്കറി റൺ ചെയ്യുന്നത് കിട്ടിയ പൈസ മുഴുവൻ നമുക്ക് എറണാകുളത്ത് തട്ടുകാർ വരുന്നുണ്ട്. ഒരു ബോർഡാണ് ക്യാൻസർ പേഷ്യന്റിന് ചായയും കഴിയും ഫ്രീ, പച്ചക്കറി കൊടുക്കുന്നവരുണ്ട്, ക്യാൻസർ പേഷ്യന്റിന് പച്ചക്കറി ഫ്രീ, ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, ക്യാൻസർ പേഷ്യന്റിന് ചികിത്സയ്ക്ക് പോകാൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രീ. എല്ലാം വ്യത്യാസമല്ല. ബട്ട് നമ്മളെപ്പോഴും എസ്കേപ്പിസാണ്. ഞാൻ ഡോക്ടറല്ല, ഞാൻ നേഴ്സല്ല, അതിനോട് ഹെൽത്ത് വർക്ക്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ്? നമ്മളെപ്പോഴും ഒരു ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങളെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ഫോർ ദം. അതിന് കിട്ടുന്നൊരു ഒരു വാട്ട് ടു ഗെറ്റ് ബാക്ക് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. നമുക്കിങ്ങനെ നല്ല നല്ല കൊച്ചു മക്കളെ കിട്ടും. നമുക്കിതുപോലെ ധാരാളം സഹോദരമായ സഹോദരന്മാരെ കിട്ടും. സ്വന്തം അമ്മ മരിച്ചാലും നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും കാരണം അമ്മ വന്നിലേക്ക് കിട്ടും. ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാൻ തന്നെ പറ്റുള്ളൂ. നോ ബഡി കൻ എക്സ്പ്ലെയിൻ. പക്ഷേ ഒരിക്കലും അനുഭവിക്കാറില്ല. അതുകൊണ്ടാണ് ഇത് പലരും എനിക്കറിയാം, പലരും ഞാൻ ബിക്കോസ് ദേ ആർ എൻജോയിങ് ഇറ്റ്. ഇതുകൊണ്ട് സ്പെൻഡ് സംതിങ്. അല്ലാതെ ക്യാൻസറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ടിരിക്കേണ്ട അസുഖമല്ല. ഇഫ് യു ക്യാൻ നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ക്യാൻസർ, ഇതിൻ്റെ ഡിസീസ് പ്രിവെൻറ്റബിൾ, സ്ക്രീനബിൾ ആൻഡ് ക്യൂറബിൾ. And that is how we enjoy. പക്ഷേ this is a 10-step anti-cancer program which you always say. No tobacco, no alcohol, limit your calories, stay lean, and dietary fat. 20% of your total calories. Out of that, don't cross the 10% saturated fat acids. Fibers, 25 grams per day. Lot of fresh fruits and vegetables. Food high in antioxidants you will take. Switch from red meat to seafood and seafood byproducts. And that is a 10-step program you have to think of as a cancer anti. And this is what I say. Life is beautiful. Not with drugs, not with addictions, but healthy life. So unless you can protect it, you can understand and clear it. പുസ്തകങ്ങളുടെ ഡോക്ടർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്.